സഞ്ചാരികളൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം പലപ്പോഴും വന്യമൃഗങ്ങൾ ഭക്ഷണമാക്കാറുണ്ട്. അത് വന്യമൃഗങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. പ്ലാസ്റ്റിക് കഴിക്കുന്നത് അവയുടെ ജീവന് തന്നെ ആപത്തായതുകൊണ്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നീലഗിരി ജില്ലയിൽ സർക്കാർ പ്ലാസ്റ്റിക് നിരോധനമുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് പതിവാണ്. മുതുമല ടൈഗർ റിസർവിൽ നിന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ VM സാദിഖ് അലി പകർത്തിയ ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം വേദനാജനകമാണ്. മുതുമല ടൈഗർ റിസർവിൻ്റെ അകത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത്. സഞ്ചാരികൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊക്കെ റോട്ടിൽ അലസമായിട്ട് വലിച്ചെറിഞ്ഞിട്ട് പുള്ളിമാനുകളും മറ്റ് ജീവജാലങ്ങളൊക്കെ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മളെ കണ്ണിൽ നമ്മളെ ക്യാമറയ്ക്ക് മുൻപിലാണ് ഈ പ്ലാസ്റ്റിക് കഴിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പകർത്തിയ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇതിന് പ്രധാന കാരണം സഞ്ചാരികൾ അവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പുറമെ ഇതിൽ ഉപ്പ് രസം ഉണ്ടായിരിക്കും, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഉപ്പ് രസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അനിമൽസൊക്കെ ഇത് കഴിക്കുന്നത്. ഉപ്പ് ഈ അനിമൽസിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർ പെട്ടെന്ന് ആകർഷിക്കും. അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഉപ്പ് കിട്ടില്ല. അപ്പോൾ അവരുടെ ജീവിത രീതിയിൽ തന്നെ ഇതിന് മാറ്റം വരും, അവരുടെ ലൈഫിൽ തന്നെ ഇതിനുകൊണ്ട് മാറ്റം വരും. ഈ പ്ലാസ്റ്റിക്കും ഈ മാലിന്യമൊക്കെ അവരെ വയറിലെത്തിയാൽ അത് ഡൈജസ്റ്റായി പോവുകയുമില്ല. അങ്ങനെ അവർ മരണം സംഭവിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സഞ്ചാരികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അരുൺ നിലമ്പൂരുണ്ട്, ഞങ്ങളുടെ മലപ്പുറത്തെ ക്യാമറ പേഴ്സണാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുണ്, ഇപ്പോൾ ഈ ദൃശ്യം കാണുന്ന സമയത്ത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുൺ ക്യാമറയുമായി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഈ രീതിയിലുള്ള സാദിഖ് പകർത്തിയ പോലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്താണല്ലേ, നമുക്കൊരു സ്ഥലം കാണാൻ പോകാം, ആ സ്ഥലം ആസ്വദിക്കാം. പക്ഷേ ഈ രീതിയിൽ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ ആവാസ വ്യവസ്ഥ തകർക്കുന്നത് എത്രമാത്രം ക്രൂരതയാണല്ലേ? അതെ, എൻ്റെ സുഹൃത്ത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ VM സാദിഖ് അലിയാണ് ഈ ദൃശ്യം പകർത്തുന്നത്. അപ്പോൾ ഞാൻ ഈ ദൃശ്യം എനിക്ക് അയച്ചു തന്നപ്പോൾ വളരെ സങ്കടം തോന്നി. അപ്പോൾ അതൊന്ന് വാർത്തയാക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് അയച്ചു തന്നത്. എന്തായാലും വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. പലപ്പോഴും ഈ സഞ്ചാരികളൊക്കെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യം എത്രത്തോളം ആപത്താണെന്നുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഈ ദൃശ്യം. അപ്പോൾ കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് നാടുകാണിയിൽ തന്നെ ഒരു ആന ചേർത്ത സമയത്ത് അതിൻ്റെ വയറ്റിൽ നിന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ കിലോ കണക്കിന് പ്ലാസ്റ്റിക്കാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇതിന് വേണ്ട ഒരു ബോധവൽക്കരണവും എല്ലാം നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് ഒരു അഭ്യർത്ഥന ഉള്ളത്. തീർച്ചയായും.